എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 നവംബർ മാസത്തെ PSC ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാൻഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഏത് പുരസ്കാരമായിട്ട് UN ഷാൻഹായ് ഗ്ലോബൽ പുരസ്കാരം. UN ഷാൻഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു സാംസൺ. 2020 ക്രിക്കറ്റിൽ 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ തുടർച്ചയായ 2 സെഞ്ചുറികൾ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് മാറിയ താരാണ് സഞ്ജു സാംസൺ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിന്. അപ്പോൾ ഈ വർഷത്തെ ബുക്കർ സമ്മാനം ആർക്കാണ്? സാമന്ത ഹാർവി, ബ്രിട്ടീഷ് സാഹിത്യകാരിയാണ്. അദ്ദേഹത്തിന്റെ ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് പുരസ്കാരം. അപ്പോൾ ബുക്കർ സമ്മാനം സാമന്ത ഹാർവി, ഓർബിറ്റൽ എന്ന നോവലിന്. അടുത്ത ക്വസ്റ്റ്യൻ. 29ാം UN കാലാവസ്ഥ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങി. അപ്പോൾ 29ാമത്തെ UN കാലാവസ്ഥ ഉച്ചകോടി എവിടെ ആരംഭിച്ചിട്ടുള്ളത്? അസർബൈജാനിലെ ബാക്കുവിൽ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകാശ്ശേരി ഐഡിയൽ HSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി മാറി. അതായത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാർ. ഓവറോൾ ചാമ്പ്യന്മാർ ആരാണ്? തിരുവനന്തപുരം ജില്ല. അതേപോലെ തന്നെ അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ലയാണ് കിരീടം. അത്ലറ്റിക്സിൽ ആരാണ്? മലപ്പുറം ജില്ലക്കാണ് കിരീടം. മലപ്പുറത്തെ കടകശ്ശേരി ഐഡിയൽ EHSSലാണ് അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായി മാറിയത് കേട്ടോ. അപ്പോൾ കടകശ്ശേരി ഐഡിയൽ EHSS കേട്ടോ. അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാര്. അതേപോലെ തന്നെ അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന നോവലിനാണ് പുരസ്കാരം. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് കേട്ടോ. NS മാധവന്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന് പറഞ്ഞ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. അപ്പോൾ പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. പൊതു നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല. സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് ഏത് കോടതിയാ? സുപ്രീം കോടതിയാണ് കേട്ടോ. അതായത് പൊതു നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന് സുപ്രീം കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാവില്ല എന്നും നിരീക്ഷിച്ചത് ഏത് കോടതിയാ? കേരള ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പോ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണ്, അത് നിയന്ത്രിക്കാനാവില്ല എന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. UN ഷാൻഹായ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ആദ്യ നഗരമാണ് തിരുവനന്തപുരം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. 2020 ക്രിക്കറ്റിലെ തുടർച്ചയായി 2 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ. അതേപോലെ തന്നെ ഈ വർഷത്തെ ബുക്കർ സമ്മാനം ആർക്കായിട്ട്? സാമന്ത ഹാർവി, അദ്ദേഹത്തിന്റെ ഓർബിറ്റൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 29ാമത്തെ UN കാലാവസ്ഥ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? അസർബൈജാനിലെ ബാക്കുവിലാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരമാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം നേടി. അടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരമാർക്ക് കിട്ടിയ NS മാധവനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ തിരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രതിരോധ സെക്രട്ടറി ആയിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. സുപ്രീം കോടതിയുടെ വിധി ഏതാ? പൊതു നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന് പരാമർശിച്ച കോടതിയാണ് സുപ്രീം കോടതി.
അതേപോലെ തന്നെ കേരള ഹൈക്കോടതി പരാമർശിച്ച എന്താണ്, മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാവില്ല എന്നും നിരീക്ഷിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പുരസ്കാരം, പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ SD ബിജുവിന്. SD ബിജുവിനാണ് ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. അതായത് തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ആർക്കാ ലഭിച്ച്? ഡോക്ടർ MG ശശിഭൂഷണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജംപ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. ആരാണ്? അബ്ദുള്ള അബൂബക്കർ. ഏത് പുരസ്കാരം? മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരമായ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒളിമ്പ്യൻ ആയിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ ആണ് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടോഗ്ഡി പുരസ്കാരം മേനക ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസിനും ലഭിച്ചു. അപ്പോൾ സാമൂഹ്യ പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടോഗ്ഡി പുരസ്കാരം മേനക ഗാന്ധിക്കും വേറെ ആർക്ക് ലഭിക്കണേ? മേജർ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസിനും ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തായ്ലാന്റ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയാപോങ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. തായ്ലാന്റ് വിദേശകാര്യമന്ത്രി ആരാണ്? മാരിസ് സംഗിയാപോങ് പോങ്സ്. അതായത് മാരിസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായ അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പം അമേരിക്കയുടെ 47ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 78 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്. ഏറ്റവും പ്രായം കൂടിയ ആളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായ അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പരാജയപ്പെടുത്തിയ ആരെയാണ്? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് പരാജയപ്പെടുത്തിയത്. നമുക്കൊന്നുകൂടി നോക്കാം. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ആർക്ക് കിട്ടി? ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SD ബിജുവിനാണ് കേട്ടോ. പിന്നെ തപസ്യ കലാസാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ആർക്കാ ലഭിച്ച്? ഡോക്ടർ MG ശശിഭൂഷണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? അബ്ദുള്ള അബൂബക്കർ ആണ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടോഗ്ഡി പുരസ്കാരം മേനക ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള കർദിനാൾ ബസേലിയോസ് ക്ലിമിസിനുമാണ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തായ്ലാന്റ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ട്രംപിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായ അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം.
അതേപോലെ തന്നെ അദ്ദേഹം പരാജയപ്പെടുത്തിയ ആരാണ്? കമല ഹാരിസിനെയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ് കേട്ടോ. JD വാൻസ് ആണ് വൈസ് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. അപ്പോൾ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയതാണ്, ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരാണ് TOI 6651b എന്നാണ് അതിനെ പേര് നൽകിയിട്ടുള്ളത്. TOI 6651b. അടുത്ത ക്വസ്റ്റ്യൻ, കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പോൾ കുഴിബോംബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രോൺ ആണ് ഏകലവ്യ. അത് ഉണ്ടാക്കിയിരിക്കുന്നവരാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കേട്ടോ. അപ്പോൾ കുഴിബോംബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏകലവ്യ എന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ഏറ്റവും വേഗതയേറിയ റോബോട്ട്. ഇത് കണ്ടുപിടിച്ചാൽ ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന് പേരുള്ള സ്റ്റാർ 1 എന്ന് പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. സ്റ്റാർ 1 ആണ് റോബോട്ടിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ ജൂലൈ 16 ആരംഭിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ ഗ്രാഫ്. അപ്പോൾ സൂര്യനിൽ ജൂലൈ 16 ആരംഭിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ, അതായത് പ്ലാസ്മയുടെ പുറന്തള്ളൽ, അതിന്റെ പ്രഭവ സമയം കണക്കാക്കിയത് ആരാണ്? ആദിത്യ L1 എന്ന് പറഞ്ഞിട്ടുള്ള പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ ഗ്രാഫ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. VELC ആണ് കണ്ടെത്തിയിട്ടുള്ളത്. കൊറോണൽ മാസ് ഇജക്ഷൻ ആദിത്യ L1 ഉള്ള ഒരു വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ ഗ്രാഫ് ആണ് പ്രഭവ സമയം കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. അധ്യാപകനും എഴുത്തുകാരനുള്ള MK സാനുവിന് കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? MK സാനുവിന്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി പുരസ്കാരം MK സാനുവിന്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ ചുമതലയേറ്റു. പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ആരാണ്? രാജേഷ് കുമാർ ചുമതലയേറ്റു. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം നമുക്ക്. കേരള പ്രഭ പുരസ്കാരങ്ങളാണ് അടുത്ത് പറയുന്നത്. കേരള പ്രഭ പുരസ്കാരങ്ങൾ നേടിയത് ആരൊക്കെയാണ്? ISRO ചെയർമാനായിട്ടുള്ള S സോമനാഥിനെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ISRO ചെയർമാൻ S സോമനാഥിനെ ലഭിച്ചു. ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ. കേരള പ്രഭ പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥിനെ. കൃഷിയിൽ ലഭിച്ചിട്ടുള്ളത് ജൈവ കർഷക ഭുവനേശ്വരി. കലയിൽ ലഭിച്ചിട്ടുള്ളത് കലാമണ്ഡലം വിമല മേനോൻ. ആരോഗ്യത്തിലെ ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം. നാരായണൻ ഭട്ടത്തിരി കാലിയോഗ്രാഫിയില് നാരായണ ഭട്ടത്തിരി. സഞ്ജു സാംസൺ കായികത്തില് സഞ്ജു സാംസണ്. ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാ വർക്കർ ഷൈജ ബേബി. അടുത്ത് VK മാത്യൂസ് ഇതിനാണ് വ്യവസായം വാണിജ്യത്തിനുമാണ് VK മാത്യൂസ്. കേരള പ്രഭ പുരസ്കാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്നുകൂടി നോക്കാം. സൗരയൂഥത്തിന് പുറത്ത് 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഭൂമിയേക്കാൾ 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം, അതിന്റെ പേരെന്താണ്? ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയ അതിന്റെ പേര് TOI 6651b എന്നാണ് ഗ്രഹത്തിന്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന റോബോട്ട് എന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തതാരാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. അടുത്ത് ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്നു പേരുള്ള ഹ്യൂമനേറ്റഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോബോട്ടാണ് എന്ന ഖ്യാതി സ്വന്തമാക്കി. എന്താണ്? സ്റ്റാർ 1.
സൂര്യനിൽ ജൂലൈ 16 ആരംഭിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണ്ടെത്തിയത് ആരാണ്? ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ ഗ്രാഫ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ കേരള ജ്യോതി പുരസ്കാരം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? MK സാനുവിനാണ് കേട്ടോ. അതേപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്? ശാസ്ത്ര സാങ്കേതികം ലഭിച്ചിട്ടുള്ളത് ISRO ചെയർമാനായിട്ടുള്ള S സോമനാഥിനെ. കൃഷിയിൽ ആർക്കാണ്? ഭുവനേശ്വരി, ജൈവ കർഷകയായിട്ടുള്ള ഭുവനേശ്വരി. കലയില് വിമല മേനോൻ, കലാമണ്ഡലം വിമല മേനോനാണ്. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിയോഗ്രാഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാ വർക്കർ, VK മാത്യൂസ് വ്യവസായ വാണിജ്യം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ബാലൻഡിയോർ പുരസ്കാരം 2024. മികച്ച പുരുഷ താരം റോഡ്രിയാണ് മികച്ച പുരുഷ താരം. മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റി. മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റി. മികച്ച പുരുഷ താരമാരാണ്? റോഡ്രിയും. മികച്ച വനിതാ താരം ഐദാന ബോൺമാറ്റിയും. മികച്ച പരിശീലകനാണ് കാർലോ ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. മികച്ച പരിശീലക എമ്മ ഹയസ് ആണ് മികച്ച പരിശീലക. മികച്ച യുവതാരമാണ് ലാമിൻ യമാൻ ആണ് മികച്ച യുവതാരം. ടോപ്പ് സ്കോറർ ആണ് കിലിയൻ എംബാപ്പെ, കിലിയൻ എംബാപ്പയും ഹാരി കെയ്നുമാണ് ടോപ്പ് സ്കോറർ. മികച്ച ഗോൾ കീപ്പർ ആണ് എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനിയൻ പ്ലെയർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച ഗോൾ കീപ്പർ. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെനിഫർ ഹെർമോസിനാണ് കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം. മികച്ച പുരുഷ ടീമാണ് റയൽ മാഡ്രിഡ്. മികച്ച വനിതാ ടീമാണ് ബാഴ്സലോണ. മികച്ച വനിതാ ടീം ബാഴ്സലോണയും മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡുമാണ്. ബാലൻഡിയോർ പുരസ്കാരം 2024 മികച്ച പുരുഷ താരമാരാണ്? റോഡ്രി, സ്പെയിൻ താരമാണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ ആണ്, ബാഴ്സലോണ. ആ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർ ആണ് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. ബാക്കിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബാലൻഡിയോർ പുരസ്കാരം പറയുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ് പറയുന്നത്. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. KS പുട്ടസ്വാമി, ഓർത്ത് വെക്കട്ടെ പേര്, KS പുട്ടസ്വാമി. അപ്പൊ അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തിനു വേണ്ടി പോരാടിയതാണ്? സ്വകാര്യത മൗലിക അവകാശമാക്കാൻ വേണ്ടി പോരാടി. കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് അദ്ദേഹം, KS പുട്ടസ്വാമി. സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടി. അദ്ദേഹം അന്തരിച്ചു. അടുത്ത US പോപ്പ് സംഗീത ലോകത്തെ 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. ഇത് ക്വിൻസി ജോൺസ് അതായത് US പോപ്പ് സംഗീത ലോകത്തെ 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേട്ടോ. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അടുത്ത് സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാംനാരായൺ അന്തരിച്ചു. സാരംഗി ഇതിഹാസം. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ. അടുത്ത പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. സിനിമാ നാടക നടനാണ് അദ്ദേഹം, ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. വിവിധ ഭാഷയിൽ നിന്ന് 107 കൃതികൾ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. ഓർത്ത് വെക്കട്ടോ, MP സദാശിവൻ ട്ടോ. 107 കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിവിധ ഭാഷയിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത കേരളത്തിന്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ആദ്യമായി ലോക സുന്ദരിപ്പട്ടം സ്വന്തമാക്കിയ കിക്കി ഹാൻസൺ അന്തരിച്ചു. കിക്കി ഹാൻസൺ അന്തരിച്ചു. ആദ്യ ലോക സുന്ദരിപ്പട്ടം സ്വന്തമാക്കിയ കിക്കി ഹാൻസൺ അന്തരിച്ചു.
അടുത്തതായി ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കളെ നോക്കാം. ഡാറോൺ അസിമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടു. ആരൊക്കെയാണ്? ഡാറോൺ ഡാറോൺ അസിമഗ്ലു, സൈമൺ ജോൺസൺ, അതേപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ ജെയിംസ് എ റോബിൻസൺ എന്നീ 3 പേരാണ് സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബിൻസനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. ഓസ്കാർ ജേതാവായിട്ടുള്ള അമേരിക്കൻ നടി ജൂലിയ റോബിൻസനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. അടുത്ത PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ദാപ്പന്. PG ദേശീയ പുരസ്കാരം ആർക്കാണ്? പ്രൊഫസർ റോമില ദാപ്പനാണ് PG ദേശീയ പുരസ്കാരം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ആർക്കൊക്കെയാണ്? ഡാറോൺ അസിമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ പങ്കിട്ടു. അതേപോലെ തന്നെ ഓസ്കാർ ജേതാവായിട്ടുള്ള അമേരിക്കൻ നടി ജൂലിയ റോബിൻസനെ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് ആയി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ദാപ്പന് ലഭിച്ചു. റോമില ദാപ്പനാണ് PG ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച പാർലമെന്റേറിയനുള്ള PM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. അപ്പോൾ മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരമാണിത്. PM ജേക്കബ് പുരസ്കാരത്തിന് ലോക്സഭാ അംഗമാരാണ് MK പ്രേമചന്ദ്രനാണ് അർഹനായത്. അപ്പോൾ മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരമാണ് TM ജേക്കബ് പുരസ്കാരം. അത് നേടിയിരിക്കുന്നത് ആരാണ്? NK പ്രേമചന്ദ്രൻ. അടുത്തത്, കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളുടെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ. കേട്ടോ, മൊബൈലിന്റെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇ-മോചൻ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരമാർക്കാണ്? PV ചന്ദ്രനാണ് കേളപ്പജി പുരസ്കാരം. അടുത്തത്, ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശമുണ്ടാക്കിയ ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വൻ നാശമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വൻ നാശമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായി നവാബ് സിംഗ് സൈനി അധികാരമേറ്റു. നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി ഒഴിവാക്കിയതിനു ശേഷമുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ഒന്നുകൂടി നോക്കാം. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് പുരസ്കാരമാർക്കാണ് NK പ്രേമചന്ദ്രൻ. കുട്ടികളിലും മുതിർന്നവരിലുമുള്ള മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, സർക്കാരിന്റെ പദ്ധതിയാണ് ഇ-മോചൻ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരമാർക്കാണ് VP ചന്ദ്രനാണ് കേളപ്പജി പുരസ്കാരം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് ആരാ സത്യപ്രതിജ്ഞ ചെയ്തത്? നയാബ് സിംഗ് സൈനി. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? ഒമർ അബ്ദുള്ള. അടുത്തതായി, സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന നവംബർ 11 ചുമതലയേറ്റു. സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജയ് ഖന്നയാണ്
സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. അടുത്തത് വിജയ് കിഷോർ റഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. വിജയ് കിഷോർ റഹിത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് വിജയ് കിഷോർ റഹിത്കർ നിയമിതയായി. അടുത്ത ഐശാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. ആരാണ്? ഐശാന്ത് അസീമയെ ഇന്ത്യയുടെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. അടുത്തത് പരമേശ് ശിവമണി തീര രക്ഷാസേനയുടെ മേധാവിയായി ചുമതലയേറ്റു. പരമേശ് ശിവമണി തീരരക്ഷാസേനയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റു. വിയറ്റ്നാമിന്റെ പ്രസിഡന്റായിട്ട് ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. ലുവോങ് കുവോങ് ആണ് വിയറ്റ്നാമിന്റെ പ്രസിഡന്റായിട്ട് ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. അടുത്ത വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാമത്തെ ഉച്ചകോടി റഷ്യൻ നഗരമായ കാസിയിൽ തുടങ്ങി. അപ്പൊ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാമത്തെ ഉച്ചകോടി റഷ്യൻ നഗരമായിട്ടുള്ള കാസിയിൽ തുടങ്ങി. അടുത്ത് പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായിട്ടുള്ള ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട് മാറി. അപ്പൊ പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായിട്ടുള്ള ലാഹോർ ആണ് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ഏതാണ്? മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. അടുത്ത ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. KN ആനന്ദകുമാറിനാണ് സമ്മാനിച്ചത്. ഏതാണ്? ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനാണ് സമ്മാനിച്ചത്. അടുത്ത ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമൂട്ടിലിന്റെ ദയാവധം എന്ന നോവലിന്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷിനാണ്, ദയാവധം എന്ന നോവലിന്. അപ്പൊ ഒന്നുകൂടി നോക്കാം. സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജയ് ഖന്ന. വിജയ് കിഷോർ റഹിത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. ഐശാന്ത് അസീമയെ ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതിയായി നിയമിച്ചു. പരമേശ് ശിവമണി തീരരക്ഷാസേനയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റു. വിയറ്റ്നാമിന്റെ പ്രസിഡന്റായിട്ട് ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ബ്രിക്സിന്റെ 16ാമത്തെ ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. അടുത്ത് പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ആണ് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. മാധവ് കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ച്? സന്ധ്യ ജയേഷ് പുളിമൂട്ടിലിന്റെ ദയാവധം നോവലിന്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം, ICCയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിനാണ് കേട്ടോ. നീതു ഡേവിഡ്, ഇത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. അടുത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ 900 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 900 റൺസ് തികച്ചത്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 900 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായിട്ട് വിരാട് കോഹ്ലി. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണോ. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി.
ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്ക് സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗതയിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗതയിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് ഇന്ത്യയുടെ വിരാട് കോഹ്ലി. അടുത്ത സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയസ്റ്റ വിരമിച്ചു. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഇപ്പൊ 2026 ലോകകപ്പ് ഫുട്ബോള് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് നടത്തപ്പെടുന്നത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. ഇപ്പൊ 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ചത് സിംബാബ്വെ ആണ് കേട്ടോ. ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. അടുത്ത സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. പ്രണബ് ജ്യോതിനാഥാണ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നീതു ഡേവിഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 900 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനാണ് വിരാട് കോഹ്ലി. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗതയിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് ഇന്ത്യയുടെ വിരാട് കോഹ്ലി. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയസ്റ്റ് വിരമിച്ചു. 2026 ലോക ഫുട്ബോൾ എവിടെയൊക്കെ നടക്കുന്നത്? USA, കാനഡ, മെക്സിക്കോ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെക്കെതിരെ ഗാസിയക്കെതിരെ 120 പന്തിൽ 344 റൺസ് നേടിയാണ് സിംബാബ്വെ ഈ റെക്കോർഡ് ഇട്ടത്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. അപ്പോൾ പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ആരാണ്? സ്പെയിൻകാരനാണെന്ന് DNA കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. 80,000 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന ഷൂജിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അതായത് 80,000 വർഷങ്ങളിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷൂജിൻഷാൻ അറ്റ്ലസ് കേട്ടോ കഴിഞ്ഞ ആഴ്ച ആകാശത്ത് ദൃശ്യമായി. അടുത്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലകം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് എക്സിന്റെ ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അത് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ്. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായിട്ടുള്ള ബാലചന്ദ്രൻ വടക്കേടത്ത് അന്തരിച്ചു. അന്തരിച്ചു. പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സ്രഷ്ടാവ് ആന്റോണിയോ സ്കാർമേത്ത അന്തരിച്ചു. അപ്പൊ പാബ്ലോ നെരൂദയുടെ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് ആന്റോണിയോ സ്കാർമേത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായിട്ടുള്ള ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ
ജാക്ക് ജോൺസ് അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു.